നിന്നെ ഇനി കുടിച്ച വെള്ളത്തിൽ ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ ഇറങ്ങിക്കൊള്ളു അവിടെ നിന്ന്. നീ ആ ഷോൾ എങ്ങാനും കെട്ടിക്കൊണ്ടില്ലേ? നിങ്ങൾ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ മനുഷ്യ? പ്രഗ്നന്റ് ആയി എന്നെ വിളിച്ചോണ്ട് ഇപ്പൊ ഈ വാടക വീട്ടിലോട്ട് മാറി. എന്റെ അമ്മ അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ വാക്കും കേട്ടോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സമയത്ത് മോർണിംഗ് സിക്നസ് ഒക്കെ കാണും മക്കളെ. നല്ലപോലെ വെള്ളവും കുടിച്ച് നട്ട്സ് ഒക്കെ കഴിക്കുക കേട്ടോ. ചേട്ടൻ അവിടെ പോയി? ചേട്ടന് രാവിലെ തന്നെ എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി. ശരി ശരി. ഹലോ ഹലോ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ വിളിച്ചു പറഞ്ഞപ്പോ പേടിച്ചു പോയി. ഇതിപ്പോ വീട്ടിൽ വെച്ചായതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തെവിടെങ്കിലും വെച്ചാണ് തലചുറ്റി വീഴുന്നെങ്കിലും. ഇടാ, ഞാൻ ടാക്സി ബുക്ക് ചെയ്താ വന്ന്. നീ പോയി രേവയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വാ. അവിടെ ആകുമ്പോ ഞങ്ങൾ രണ്ടും ഉണ്ടല്ലോ നോക്കാൻ. എന്റെ മോൾ ഒരിടത്തേക്കും വരണില്ല. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ. നിനക്ക് ഭാര്യ വീട്ടിൽ നിൽക്കാൻ നാണക്കെട്ടാണെങ്കിൽ നിൽക്കില്ല. പക്ഷെ എന്റെ മോളുടെ പ്രസവം കഴിയുന്നതുവരെ അവൾ എന്റെ ഈ വീട്ടിൽ തന്നെ നിൽക്കും. 7-ാം മാസം വരെ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. എടാ ജയറാമേ, നീ അവളെ വിളിച്ചോണ്ട് ഇറങ്ങാൻ നോക്ക്. ആരും എങ്ങോട്ടും പോകുന്നില്ല. രേവതി ഇവിടെ നിന്നോളും. ഇത് എവിടത്തെ സമ്പ്രദായം? നീ എന്താ നിന്റെ അമ്മായി അമ്മയെ കൂട്ടുപിടിക്കാനോ? അമ്മ, ഞാൻ ആരെയും കൂട്ടുപിടിച്ചതല്ല. നീ അച്ചി വീട്ടിൽ തന്നെ അങ്ങ് നിന്നോ. നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു വകയായല്ലോ. അല്ലെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത്. ഈ സമയം എനിക്ക് രേവതിയുടെയും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും സേഫ്റ്റിയും സന്തോഷം തന്നെയാ വലുത്. അച്ഛൻ പറഞ്ഞതുപോലെ വാടക വീട്ടിൽ പോയി നിന്നുകൊണ്ടാ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. ഭാര്യയ്ക്ക് എല്ലാവരെയും വിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാമെങ്കിലേ ഭർത്താവിനും തിരിച്ച് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാം. ഇനിയിപ്പൊ അതിന്റെ പേരിൽ തെക്കേടത്ത് തറവാട്ടിന്റെ മാനം പോണെങ്കിൽ അതങ്ങ് പോട്ടെ.